പത്തരമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഭി ഇറക്കി കൊണ്ടുവരുന്ന സമയത്തിന് ജയൻ ഇങ്ങനെ അഭി ഉപദേശിക്കുന്നുണ്ട്. നിനക്കൊരു കുഞ്ഞാവാറായി, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ കാര്യത്തിൽ മാത്രമേ അവന് പ്രിഫറൻസ് കൊടുക്കാറുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അഭി പറയുന്നുണ്ട്, എൻ്റെ പേഴ്സും മൊബൈലും എല്ലാം പോയി, ഇനിയിപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് സാരമില്ല, നിന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടില്ല, അത് എന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അവർ വണ്ടിയിൽ കയറിയിട്ടിങ്ങനെ പോരുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അനന്തപുല്ലിൽ അറിയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മനുഷ്യന്മാർ തമ്മിൽ വഴക്ക് കൂടിയെന്നിരിക്കും, ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്നിരിക്കും, പക്ഷേ അതെല്ലാം ഈശ്വരൻ്റെ അടുത്ത് ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. അബിയുടെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയട്ടെ ജലജയോട്. അപ്പം ജലജ പറയുന്നുണ്ട്, അത് മാത്രമല്ല, അങ്ങനെ ഭർത്താവ് മാറിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പെണ്ണുങ്ങളും നോണ പറയാതെ വ്രതം തെറ്റിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് പെണ്ണുങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നീയും പെടില്ലേ? അപ്പോൾ നീയും ആ രീതിയിൽ തന്നെ ചെയ്യണമായിരുന്നു, അതും ഒരു കാരണമാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ട്, അവൻ ഒരിക്കലും ഈ വ്രതം നേരാവണ്ണം പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു, പിന്നെ എല്ലാവരും ചെയ്ത കൂട്ടത്തിൽ അവനും അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. പിന്നെ നിന്റെ സ്വഭാവം നന്നായല്ലേ അവൻ്റെ സ്വഭാവം നന്നാവുള്ളൂ, നീ എന്തെങ്കിലും നല്ല കാര്യം അവനക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അത് നേരാണ്, അവൻ എനിക്ക് വേണ്ടി ശയന പ്രദക്ഷിണ ചെയ്തു എന്നല്ലേ നീ പറഞ്ഞത്, അതുപോലെ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ നൊയമ്പ് പിടിക്കുന്നതെന്നും ശബരിമലക്ക് പോകുന്നതെന്നൊക്കെ നീ എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ നല്ല രീതിയിൽ തന്നെ വ്രതമെടുത്ത് ശബരിമലക്ക് പോവില്ലായിരുന്നോ? അങ്ങനെ വ്രതമെടുത്തിട്ടുണ്ടെങ്കിൽ അവന് തൊഴാനുള്ള അവസരമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി. അപ്പോഴേക്കും ജലജ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടോ ശബരിമലക്ക് പോയവരെല്ലാം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവർ തിരിച്ചു വരുന്നത് കാണുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ അബിയോട് ചോദിക്കുന്നുണ്ട്, അയ്യപ്പനെ പരീക്ഷിക്കാൻ പോയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, അങ്ങനെ പരീക്ഷിക്കാൻ പോയതിന് തിരിച്ച് അയ്യപ്പൻ നല്ല രീതിയിൽ തന്നെ അവനെ കൊടുത്തിട്ടുണ്ട് എന്നും പറയും. അപ്പോൾ അബി പറയുന്നത്, ഞാൻ ആ കൊടും കാട്ടിൽ കിടന്ന സമയത്ത് തന്നെ അവരെൻ്റെ മൊബൈലും പേഴ്സും എല്ലാം തന്നെ അടിച്ചുകൊണ്ട് പോയി, എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത്, നീ വ്രതം നല്ല രീതിയിൽ തന്നെ എടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നീ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നവ്യമോള് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും അബിക്ക് അങ്ങ് ദേഷ്യം വന്ന് നവ്യ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്നും പറയും. എന്നാൽ ഇത് ജലജക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്തിന് മുത്തശ്ശൻ പറഞ്ഞിട്ട്, ഞാനാണ് നിന്നോട് ഒരിക്കലെടുക്കാൻ പറഞ്ഞത്, അന്നേരം യാതൊരു തടസ്സവും കൂടാതെ നീ അത് ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ അബി പറയുന്നത്, അതിന് ഞാൻ അന്ന് നോൺ വെജ് ഒന്നും കഴിച്ചില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നത്, നിന്റെ സ്വഭാവമല്ലേ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എല്ലാവരും പോയിട്ട് കുളിച്ചിട്ട് വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നിങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അമ്മയെ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരിടം വരെ പോകണമെന്ന് പറയും. അപ്പോഴേക്കും ജലജ, ഓ നീ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിനെന്താ പ്രശ്നം, അവനവൻ്റെ ഭാര്യ വീട്ടിൽ പോവണ്ടേ, അവിടെ പോയിട്ടും പ്രസാദമൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. മുത്തശ്ശൻ പറയുന്നത്, അവൻ ശബരിമലയ്ക്ക് പോയത് അവൻ്റെ അമ്മയുടെ ആരോഗ്യം നേരാവാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ ഭാര്യയുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ആദർശനാകെ ടെൻഷനാവും. അപ്പോഴേക്കും ജാനകി, അതിനിപ്പോൾ എന്താ അവൾക്ക് അസുഖം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അജയൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, ഭാര്യയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ശബരിമലയ്ക്ക് പോയിട്ട് പ്രാർത്ഥിച്ചാൽ അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയുന്നത്, ഞാൻ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു, അന്നേരം അവൾക്ക് തീരെ വയ്യായിരുന്നു, അവളുടെ അമ്മ പിരിച്ചുകൊണ്ടാണ് അവളെ നടത്തിയത്, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്ന് എനിക്ക് തോന്നി, ഇതിനു മുൻപ് നീ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി. അപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് ജലജ പറയുന്നത്, അതെ, അവൾമാർക്കൊരു അസുഖമുണ്ട്, ഇതിൻ്റെ രണ്ടിനെയും തലക്കാണ് അസുഖം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ പറയും. അപ്പോഴേക്കും നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ പറഞ്ഞിട്ട്, അതെ, എൻ്റെ തലക്ക് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മകനും അമ്മയും ഇതുപോലെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട്, അവരോടൊന്നും സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല മോളെ, ദേ ഓരോരുത്തർ ഞൊണ്ടി ഞൊണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഇവനെ വിളിച്ചുകൊണ്ടതിന് അകത്തേക്ക് പോയെന്ന് പറയും. അപ്പോൾ നവ്യ അബീനെയും വിളിച്ചുകൊണ്ടതിന് അകത്തേക്ക് കയറി പോവണം. ആ സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, ഉരുളക്ക് ഉപ്പേരി പോലെ തന്നെ നവ്യ മോൾ നിനക്ക് എല്ലാത്തിനും മറുപടി തരുന്നുണ്ട്, പക്ഷേ നയനമോൾ ഒരിക്കലും ദേവേനോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, എന്നിട്ടും നീ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനേ. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, എന്നോടെങ്ങാനും നയന തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ തവണ അവൾ അങ്ങനെ പറയുള്ളൂ എന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിന്നെ അനുസരിച്ചിട്ട് മാത്രമേ അവൾ ഇവിടെ നിന്നിട്ടുള്ളൂ, നയനമോൾ നിന്നെ സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, അത് നിനക്ക് മാത്രം മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോവാണേ. മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോയതിന് ശേഷം ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട്, അനാമിക മോൾ നിന്നെ വിളിച്ചില്ലായിരുന്നോടാന്ന് ചോദിക്കും. അപ്പോൾ അനി പറഞ്ഞിട്ട്, പിന്നെ എത്ര തവണ വിളിച്ചു എന്നറിയാമോ? എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ജാനകിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സമയത്തിന് അനി പറയുന്നുണ്ട്, എന്നെ മാത്രമല്ല അയ്യപ്പസ്വാമിയെയും അവൾ വിളിച്ചിരുന്നു, എന്നിട്ട് ഞാനവിടെ പോയി തൊഴുത സമയത്തിന് അയ്യപ്പസ്വാമി എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ അനാമിക വിളിച്ചിരുന്നു എന്ന്, അതുകൊണ്ട് തന്നെ അയ്യപ്പന് പോലും ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയാട്ടോ അനി. അങ്ങനെ എല്ലാവരും അങ്ങ് കളിയാക്കി ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. ആ സമയത്ത് ജാനകി ആകെ അങ്ങനെ ചമ്മി നാണം കെട്ട് നിൽക്കുമായിരിക്കും.
അപ്പോൾ ജലജ ദേവേനോട് പറഞ്ഞിട്ട് കണ്ടില്ലേ, ആദർശ് കുളി കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവാണെന്ന്. അപ്പോഴും ദേവേനി എന്തോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ജലജ വീണ്ടും ചോദിക്കുന്നതിന് ഞാൻ പറയുന്നതൊന്നും ഏട്ടത്തി കേട്ടില്ലേ എന്ന് ചോദിക്കും. അവൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ചിന്തയോടെ നിൽക്കുമായിരിക്കൂടെ ദേവയാനി. പിന്നീട് കാണിക്കുന്നത് നവ്യനെയും അഭിനെയായിരിക്കും. നവ്യ ഇങ്ങനെ അഭിയോട് ചോദിക്കുന്നുണ്ട്, ഏതായാലും നിനക്ക് ഇങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റിയല്ലോ. നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു എനിക്ക്. ഇവിടെ നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇരുന്നത്, അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എന്ത് രക്ഷപ്പെട്ടു എന്ന്? ഞാൻ ആ അമ്പലത്തിൽ കടന്നപ്പോഴേക്കും എൻ്റെ പേഴ്സും മൊബൈലും സഹിതം എല്ലാം അടിച്ചുകൊണ്ട് പോയി. അന്ന് ഒറ്റപ്പെട്ട് രാത്രി ആ ഒരു കാട്ടിലൂടെ നടക്കുന്ന സമയത്തിന് എനിക്ക് പേടിയായിരുന്നു. വിജനമായ ആ രാത്രി ആനയും എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടിരുന്നു. അവിടെ നിന്ന് പോലീസുകാരെന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ പൊതിരി തല്ലി. ഇതൊക്കെയാണോ ഞാൻ രക്ഷപ്പെട്ടു എന്ന് നീ പറയുന്നത്? ഇല്ലാത്ത കേസ് പോലും അവരെൻ്റെ തലയിൽ വെച്ചു എന്നൊക്കെ പറയാട്ടോ അഭി. അപ്പം നവ്യ പറയുന്നത്, ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും നിന്നെ പുലി പിടിച്ചിട്ടില്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. മര്യാദക്ക് നോയമ്പെടുത്തിട്ട് തന്നെ ശബരിമലക്ക് പോവേണ്ടിയിരുന്നു. അതല്ല എങ്കിൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ അഭി പറയുന്നത്, അടുത്ത പ്രാവശ്യം നേരാവണ്ണം നോയമ്പെടുത്തുകൊണ്ട് തന്നെ ശബരിമലക്ക് പോകണം, അത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണെന്ന് പറയാട്ടോ. അപ്പം നവ്യ പറയുന്നത്, അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അത് നടപ്പാക്കണം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാനല്ലേ നോമ്പ് നോൽക്കാത്തവൻ, എന്നാൽ ഇവിടെ കൃത്യമായിട്ട് നോമ്പ് നോറ്റുകൊണ്ട് തന്നെ കുറച്ച് പേര് പോയി വന്നല്ലോ. അവരൊക്കെ നോമ്പ് നോറ്റ് തിരിച്ചു വരുമ്പോഴേക്കും വല്യമ്മ നിന്റെ അനിയത്തിയെ സ്നേഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? അങ്ങനെ വല്ലതും നടന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പം നവ്യ പറയുന്നത്, അവരിങ്ങ് വന്നല്ലേ ഉള്ളൂ, ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മാറ്റങ്ങളുണ്ടോ എന്ന കാര്യം പിന്നീടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നതിന്, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കുന്ന സമയത്തിന് അഭി പറയുന്നത്, കുടിക്കാനൊന്നും വേണ്ട, ഇന്നലെ നല്ലവണ്ണം ഉറങ്ങാൻ പറ്റില്ല, നിറയെ കൊതുകായിരുന്നു. ഏതായാലും നിന്റെ സ്വഭാവത്തിന് ഇത്രയല്ലേ സംഭവിച്ചതുള്ളൂ എന്നോർത്ത് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് അങ്ങ് പോവും. നവ്യ പോയതിനു ശേഷം അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന്, ഇവിടെ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ശബരിമലക്ക് പോകാൻ നേർച്ചയാക്കിയത്. എന്നിട്ട് ദർശനം പോലും അയ്യപ്പൻ തന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കാട്ടോ അഭി. പിന്നീട് കാണിക്കുന്നത് നയനയുടെ അടുത്തേക്ക് ആദർശ് വരുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും നയനക്ക്. അമ്മേതേ ആദർശേട്ടൻ വന്നു എന്ന് പറയുമ്പോഴേക്കും കനകദുർഗയും ഗോവിന്ദനും എല്ലാവരും അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് എങ്ങനെയുണ്ട് മോനെ, സുഖമായിരുന്നോ യാത്ര എന്ന് ചോദിക്കുന്ന സമയത്തിന് അഭയുടെ കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റി. അപ്പോൾ പറയുന്നിട്ട്, മോ പോയി വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു എന്നൊക്കെ പറയും. നയനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ആദർശ് വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദൻ പറഞ്ഞിട്ട്, മോൾക്ക് അങ്ങ് ശരിക്കും എഴുന്നേറ്റ് നടക്കാനൊന്നും ആയിട്ടില്ല, ആരോഗ്യം നല്ല രീതിയിലായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അതിന് ഞാൻ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊന്നുമല്ല അച്ഛാ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട്, ഏതായാലും മോള് കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇത് മോൻ്റെ വീട് തന്നെയാണ്, മോൻക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളെ കാണാലോ, അതിന് യാതൊരു തടസ്സവുമില്ലല്ലോ എന്നൊക്കെ പറയും കനകം. അപ്പോഴേക്കും നയന, വാ ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ വിളിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണേ. അവരകത്തേക്ക് പോയതിനു ശേഷം ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇനിയെങ്കിലും ആദർശ് മോൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം കനകദുർഗ പറയുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് ഒന്ന് ചിരിക്കോ ഒന്ന് വായൊന്ന് വിളിക്കോ ഒന്നും ചെയ്തില്ല, അവരുടെ മുഖത്ത് പണ്ടത്തെ ദേഷ്യം ഇപ്പോഴും ഉണ്ട് എന്നിങ്ങനെ കനകദുർഗ വളരെ വിഷമത്തോടു കൂടെ ഇങ്ങനെ പറയാണേ. മുറിയിലേക്ക് പോയതിനു ശേഷം ആദർശ് പറയുന്നുണ്ട്, ശബരിമലയിലേക്ക് പോയിട്ട് വ്രതമെല്ലാം മാറി, ഇനി എനിക്ക് എൻ്റെ ഭാര്യയെ നല്ലോണമെന്ന് കെട്ടിപ്പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് നയനെ ഇങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കണേ. കെട്ടിപ്പിടിച്ചതിന് ശേഷമായിരിക്കട്ടെ ആദർശ് ഓർക്കുന്നത്, നയനക്ക് വയ്യല്ലോ എന്ന്. അയ്യോ നിനക്ക് വയ്യ എന്ന കാര്യം ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് പയ്യെ നയനെ അങ്ങ് വിടൂ. അപ്പോൾ നയന പറഞ്ഞിട്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, എല്ലാ തരത്തിലും ഇപ്പം ഞാൻ ഓക്കെയാണെന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറഞ്ഞിട്ട്, വേണ്ട ആദർശേട്ടാ, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല, പ്രത്യേകിച്ച് ആ നാമികയ്ക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങളാവുമെന്ന് പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, ഏതായാലും അനാമികക്കിട്ട് 2 കൊടുത്തുന്ന ആ നന്ദുവിന് എന്തെങ്കിലും ഒരു സമ്മാനം മേടിച്ചു കൊടുക്കണം, അത്രക്കത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾ അവളുടെ ചേച്ചിയെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ഈ പ്രശ്നം ഒഴിവാക്കി വിട്ടത് അനിയെ ഓർത്തോണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ അച്ഛനിട്ട് തല്ലിയനെ അവളെ ഈ രീതിയിൽ വളർത്തി വിട്ടതിനെന്നൊക്കെ പറയും. അപ്പോൾ പറയുന്നത്, ഞാൻ ആ ജോത്സ്യനെ കണ്ട സമയത്തിന് ശനിയൊക്കെ മാറി എന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നയനെ പറഞ്ഞിട്ട്, ശനിയും ശുക്രനൊക്കെ സമയമാകുമ്പോൾ മാറി മറിഞ്ഞു പോവും, ഇവിടെ മാറി മറിയേണ്ടത് മനുഷ്യൻ്റെ മനസ്സാണ്, അമ്മക്കിപ്പോഴും യാതൊരു മാറ്റവുമില്ല, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും അമ്മക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, യാതൊരു മാറ്റവുമില്ലാതെയാണ് എന്നോട് പെരുമാറിയത്, അമ്മ എന്നോടൊന്ന് ചിരിച്ചത് പോലുമില്ല എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ഞാനിങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് എതിർക്കോ എന്താണെന്നൊന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെറിയ എന്തോ മാറ്റമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാട്ടോ ആദർശേ. അപ്പം നയന പറഞ്ഞിട്ട്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ആദർശേട്ടാ, ഇനി ആദർശേട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇത് ആദർശേട്ടൻ ഞങ്ങൾക്ക് എടുത്തു തന്ന വീടല്ലേ, പിന്നെന്തിനാ ഭാര്യ വീടാണെന്ന് ഓർക്കുന്നത്. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അങ്ങനെയല്ല, ഇത് ഞാൻ അച്ഛനും അമ്മക്കും എടുത്തു കൊടുത്ത വീട് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഈ വീട് അവർക്ക് അവകാശപ്പെട്ടതാണ്, പിന്നെ നിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് മടിയൊന്നുമില്ല എന്നും പറയും.
പിന്നെ എന്താ ആദർശേട്ടാ കുഴപ്പമെന്നിങ്ങനെ നയനെ ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട് അതാണോടി സുഖം. നീ അവിടെ എൻ്റെ കൂടെ ഉള്ളതല്ലേ എനിക്ക് സന്തോഷം. അതുകൊണ്ട് നീ എൻ്റെ കൂടെ അവിടെ താമസിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുന്നിട്ടോ ആദർശ്. പിന്നീട് കാണിക്കുന്ന നന്ദു ഇങ്ങനെ സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് വേണു പറഞ്ഞയച്ച ആ ഒരു ഗുണ്ടകൾ നന്ദുവിനായിട്ട് അടിക്കാൻ തുടങ്ങും. കുറച്ച് നേരം നന്ദു ഇങ്ങനെ പിടിച്ചു നിന്നെങ്കിൽ പോലും പുറകിലൂടെ ഒരാൾ വന്നിട്ട് തലക്കിട്ട് ഒരു ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നന്ദു അവിടെ അങ്ങ് വീണ് പോകുന്നതോടുകൂടി തന്നെ അവന്മാരെല്ലാം തന്നെ കാറിൽ കയറ്റി നന്ദുവുമായിട്ട് അവിടെ നിന്നങ്ങ് പോവാണേ. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്ന നയനായിരിക്കും ആദർശ നയനയുമായി പങ്കിട്ട നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കായിരിക്കട്ടെ നയന. ഇതേ സമയത്തായിരിക്കും ആദർശ നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. നയനെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് ഞാൻ ആദർശേട്ടനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതേതായാലും നന്നായി, പക്ഷേ അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ശരീരം നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം നയന പറയുന്നുണ്ട് അതിനെനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എക്സസൈസ് ചെയ്താലോന്നൊക്കെ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയട്ടെ നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യേണ്ട, വീടിന് ചുറ്റും പയ്യെ ഇങ്ങനെ നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും. എന്നാൽ ആദർശ് നയനയുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണമെല്ലാം തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവയാനി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആദർശ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരീരത്തിന് നല്ല ആരോഗ്യം വെക്കുന്ന ഫുഡൊക്കെ കഴിച്ചോളണം. അപ്പം നയന പറഞ്ഞിട്ട് എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഈ കാര്യങ്ങളെല്ലാം ശരിക്കും അമ്മക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് നിന്നെയും അമ്മയും ഒരുപോലെ തന്നെ കെയർ ചെയ്യണം, നിങ്ങളുടെ രണ്ടുപേരുടെയും ആരോഗ്യം എനിക്ക് ഒരുപോലെ തന്നെ പ്രധാനമാണെന്നൊക്കെ പറയാട്ടെ ആദർശ്. ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോളാം അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന ഫോൺ കട്ട് ചെയ്യും. എന്നാൽ ഇതെല്ലാം തന്നെ കേട്ടോണ്ട് ദേവേനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്തിന് നയനയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു പക്ഷേ കരൾ തന്നത് നയന തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ ദേവയാനി. പിന്നീട് കാണിക്കുന്നത് നയനയുടെ വീട്ടുകാർക്കെല്ലാം തന്നെ നന്ദു അങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരിക്കുന്നത് കാണുന്ന സമയത്തിന് ഭയങ്കര സംശയം. ഇതിനു മുൻപേ തന്നെ കുറച്ചൊരു ഗുണ്ടാ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നല്ലോ, അതുപോലെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ അവർക്ക് ഇത്ര ടെൻഷൻ. എന്നിട്ട് നന്ദുവിനെ നന്ദുവിൻ്റെ കൂട്ടുകാരൊക്കെ മാറി മാറി വിളിക്കുന്ന സമയത്തൊന്നും അവർക്കൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കനകദുർഗ പറയുന്നുണ്ട് നന്ദുവിനെ ഇനി ഏതായാലും ഇവിടെ നിർത്തണ്ട, കുറച്ച് ദൂരെ എങ്ങോട്ടേക്കെങ്കിലും അവളെ ജോലിക്ക് വിടണം, അങ്ങനെയെങ്കിലും അനിയെ ശരിക്കും അവൾ അങ്ങ് മറക്കുമല്ലോ. ആ ജോത്സ്യൻ പറഞ്ഞത് കേട്ടില്ലേ, അവൾ സ്നേഹിച്ച പയ്യനെ തന്നെ അവൾ കല്യാണം കഴിക്കുമെന്ന്, അത് ഓർത്തപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനാണെന്നൊക്കെ പറയട്ടെ കനകം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതെ അനിയുടെ മനസ്സിൽ നന്ദുണ്ട്, ആ അനാമിക അനിയെ സ്നേഹിക്കാത്തടത്തോളം കാലം അനിയുടെ മനസ്സിൽ നന്ദു തന്നെയായിരിക്കും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നയനയും സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് നന്ദുവിനായിരിക്കും. നന്ദുവിനെ ആ ഒരു ഗുണ്ടകളെല്ലാം തന്നെ ഒരു ഗോഡൗണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുവാണ്. നന്ദു ആകെ ഇങ്ങനെ വിഷമത്തോട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.